അനശ്വര. ഹായ് പിന്നെ മാം. ഇത് ഇന്ന് നല്ല ഒരു ഓണം മോഡൽ ഒരു മലയാള സുന്ദരിക്കുട്ടിയായിട്ട് വന്നിട്ടുണ്ടല്ലോ. കാണോ കൃത്യമായിട്ട്? ആ പിന്നെ അജറക്ക് പ്രിന്റ് അല്ലേ ഇട്ടിരിക്കുന്നത്? ആ കണ്ടോ ചേട്ടാ, അതൊക്കെ എനിക്ക് മനസ്സിലാവും. ഡ്രസ്സിന്റെ മോള് ടോപ്പ് പ്രയോറിറ്റി വന്നിട്ട് സെലക്ട് ആയതാണ് അല്ലേ? അതെ. എവിടാ സ്ഥലം? മലപ്പുറം. മലപ്പുറം. പെരിന്തൽമണ്ണ. അന്ന് പാടിയ പാട്ട് ഏതാ? ദേവകന്യക. പാടി തൊടിയിലേതോ. നിങ്ങളൊക്കെ വന്ന് കേറുമ്പോ തന്നെ ഭയങ്കര അല്ലേ? പാട്ടാ അത്. ഫസ്റ്റ് തന്നെ ഫൈനലിലോട്ട്. തുടക്കമേ ഫൈനൽ. എന്ത് ചെയ്യാൻ റിമി? അടിപൊളി പാട്ടല്ലേ രവീന്ദ്ര മാഷിന്റെ. റിമി ചോദിച്ചതേ ഉള്ളൂ മോൾ എപ്പോഴാ വരുന്നുള്ളത്. ആണോ? മോളെ നേരത്തെ അറിയാവോ? ഇല്ലില്ല, ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുന്നേ. ആണല്ലേ? പക്ഷെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. എന്നെ സ്വപ്നത്തിലാന്ന് തോന്നുന്നു. അങ്ങനെ നല്ല മുത്തു പൊഴിയുന്ന പോലെ ചിരി. ചിരിച്ചു, ഒന്നും കൂടെ ചിരിച്ചേ. ഇതെനിക്ക് മറ്റേ ഇതാ തോന്നുന്നു. എല്ലാരും അങ്ങനെ വിളിക്കുക. വടയക്ഷി. ദൈവമേ, വെറുതെ പറഞ്ഞതാ. ഇപ്പം കളി കാര്യമായി കേട്ടോ. ഇന്ന് വന്നപ്പോ തൊട്ട് ഇവിടെ എന്നൊന്ന് ചിരിച്ചേ മോളെ. അങ്ങനെ ചിരിച്ചു, ഒന്നും കൂടെ ചിരിച്ചു. വടയക്ഷി ചിരിക്കുന്നല്ലോ. മോളെ പേര് വീണ് കഴിഞ്ഞു, പതിഞ്ഞു. ആയിക്കോട്ടെ. ചിരിച്ചേ. മക്കളെ എന്റെ കാര്യം പോക്കാ കേട്ടോ. കാരണം അവിടെ ഒരു വടയക്ഷി, ഇവിടെ ഒരു വടയക്ഷി, ഇവിടെ ഒരു വടയല്ല, വേറെ എന്തെങ്കിലും പറയാനോ? കമ്പറക്കട്ട. നമ്മളെ രണ്ടുപേരും കൂടെ ഇങ്ങനെ ചിരിച്ചോണ്ട് ചേട്ടന്റെ കഴുത്ത് ഞെക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ സുല്ലിട്ട് ഇവിടെ വെറ്റിലുണ്ട് കുമാരേട്ട എടുക്കാൻ. റിമിയില് നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്, അറിയാമോ? ഭയങ്കര മിമിക്രി ചെയ്യുന്ന ഒരാളാണ്. കുമാരേട്ട അതിന് വരം ശ്രീകുമാരേട്ട. പിന്നെ മറ്റു കൊച്ചു മുതലാളിയൊക്കെയാ കേറി വരുന്നത്. എനിക്ക് എല്ലാം കൂടെ മാറിപ്പോകും. അതൊന്ന് പറയൂ. എന്റെ കൊച്ചു മുതലാളി. അപ്പൊ ദേവതീർത്ഥം എവിടാ സ്ഥലം എന്ന് പറഞ്ഞേ? കൊല്ലം. ഞാൻ ആ ഒരു പ്രൊമോ എങ്ങാണ്ട് കണ്ടു. എന്നെ എടുക്കണേ, എന്നെ എടുക്കണേ എന്നൊക്കെ പറയുന്ന ഒരു പ്രൊമോ ഉണ്ട്. അപ്പൊ ഏത് പാട്ടാണ് മോൻ പഠിച്ചോണ്ട് വന്നിരിക്കുന്നത്? എന്റെ സ്വപ്നത്തിൽ. ബ്യൂട്ടിഫുൾ സോങ്. മക്കള് സ്വപ്നം കാണാറുണ്ടോ? ആ കാണാറുണ്ട്, പ്രേതത്തിന്റെ ഒക്കെ. നമുക്ക് ചേരും. ഞങ്ങൾ ഫാൻസ്. അതെന്താ മോനെ പ്രേതത്തിന്റെ കാണുന്നേ? അതറിഞ്ഞൂടെ, രാത്രി കിടക്കുമ്പോ ഓരോരോ അതേ കാണത്തുള്ളൂ അല്ലേ? അല്ല, ചിലപ്പോഴൊക്കെ മുട്ടായിട്ടെന്നൊക്കെ കാണും. മുട്ടായിയോ? പ്രേതം മുട്ടായി കൊണ്ട് തരും? അല്ല, വേറെ സ്വപ്നം കാണുന്നു മുട്ടായൊക്കെ. ഓ മിഠായി. രണ്ടും കൂടെ ക്ലോസ് ആയിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി പ്രേതം മുട്ടായി ആയിട്ട് വരുന്നു. ഇന്ന് സ്വപ്നം കാണണം, ഞാൻ പ്രേതമായിട്ട് വന്നും വരുന്നു മുട്ടായി തരുന്നത്. അല്ല റിമി സാധാരണ എന്താ സ്വപ്നം കാണും? ഞാനോ ഒരു രാജകുമാരൻ കുതിരപ്പുറത്ത് വരുന്നത്. ആ കുതിരപ്പുറത്തിരിക്കുന്ന രാജകുമാരനെ ഞാൻ ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് നോക്കാറുണ്ട്. പക്ഷെ രൂപം പിടികിട്ടുന്നില്ല. സസ്പെൻസ്. ചേട്ടാ എനിക്കും ഇങ്ങനെ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ കാണാൻ പാടില്ലല്ലോ ഇപ്പം. കഥ കാണാൻ അതെ, അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. കിഷോറുണ്ട്, 2 മക്കളുണ്ട്, ഇനി രാജകുമാരനെ കാണുന്നത്. അപ്പൊ ചുമ്മാ ഇരിക്കണം അവിടെ. മോനെ നീ എന്ത് കാണുന്ന സ്വപ്നം? എന്റെ ജ്ഞാനദൃഷ്ടി തെളിഞ്ഞു വരുന്നു മകനെ. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്ന ആളിന്റെ പേര് റൊണാൾഡോ. അപ്പൊ നീ മനസ്സിലാക്കിയാ മതി, ഇവിടെ ഇരിക്കുന്ന ചില്ലറക്കാരല്ല കേട്ടോ. ഇത്രയും ജ്ഞാനദൃഷ്ടിയുള്ള മോനോട് ഞാൻ എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഞാൻ ആ കുതിരപ്പുറത്തിരിക്കുന്ന രാജകുമാരന്റെ ഫേസ് എനിക്ക് ക്ലിയർ ആവുന്നില്ല. അത് ആരായിട്ടായിരിക്കും മോന്റെ ഒരു മനസ്സിൽ വരുന്നത്? ആരായിരിക്കും ആ കുതിരപ്പുറത്തിരിക്കുന്ന രാജകുമാരനെ? എന്റെ മനസ്സിൽ വരുന്നില്ല. എന്റെ മനസ്സിൽ ആരൊക്കെയോ വരുന്നു. അത് ആരായിരിക്കും? സാറായിരിക്കും. നീ പാടുന്നത് നല്ലത് കേട്ടാ. ഞാൻ ആ സ്വപ്നത്തെങ്കിലും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.